نحمده ونستعين ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا عباد الله أوصيكم ونفسي أولا بتقوى الله ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തത്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബിന്റെ കരുണ കൊണ്ട് അവൻ പുറത്ത് മാപാകത്തിനുമാകട്ടെ. ശേഷിക്കുന്ന കാലം അത്രയും അവനെ വഴിപ്പെട്ട് ജീവിക്കാനും സ്വർഗം നേടാനും എല്ലാവിധ തൗഫീഖും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. എന്നാൽ റബീഉൽ അവ്വലിലാണ് റസൂൽ ജനിച്ചത് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. ഏതായിരുന്നാലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഏറെ സ്നേഹിക്കുന്നത്, സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനെയാണ് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. എങ്കിലേ അവന്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അവന്റെ വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ അവൻ സ്വന്തത്തെക്കാൾ ഏറെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. നബിയോട് ഹുബ്ബ് വേണം. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിന് തന്നെയാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂനു അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഒക്കെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ പൂർണ്ണമായ ഈമാനുള്ളവരായി മാറുകയില്ല എന്നാണ്. അപ്പൊ നമ്മളെക്കാളേറെ, എത്രത്തോളം നമ്മളെക്കാളേറെ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കണം, നമ്മളെക്കാളേറെ നമ്മൾ സ്നേഹിക്കേണ്ട വ്യക്തിത്വമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എത്ര നമുക്ക് ആ നബിയോട് സ്നേഹമുണ്ടോ അത്രയും അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ ഒരു സഹാബി നബിയോട് പറയാണ്, യാ റസൂലല്ലാഹ് അർറജുലു യുഹിബ്ബുൽ ഖൗമ ലാ യസ്തതി യഅമല ബിഅമാലിഹിം. ഒരാള് ഒരു കർമ്മം ഒരാളുടെ അടുക്കലേക്ക്, ഒരു സമൂഹത്തിന്റെ മേഖലയിലേക്ക്, ഒരു സമൂഹത്തിന്റെ ദർജയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കർമ്മങ്ങൾ അദ്ദേഹത്തിനില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയുണ്ട്.
ഒരു സമൂഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവരുടെ കർമ്മങ്ങൾ അയാൾക്കില്ല. അങ്ങനത്തെ ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർ മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുണ്ടോ അവരെ കൂടെ നീ ഉണ്ട്. നീ ആരെയാണ് സ്നേഹിക്കുന്നത് അവരെ കൂടെയാണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വർഗത്തിൽ നബിയുടെ കൂടെ ഉണ്ടാകും. നോക്കുക, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വചനം നമുക്ക് കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു ഏറ്റവും സന്തോഷമുള്ള വാക്കായി മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞ ഈ ഒരു വാക്കാണ്, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ്. നബിയെയാണോ സ്നേഹിക്കുന്നത്, എന്നാൽ നബിന്റെ കൂടെ നീ ഉണ്ട്. നിന്റെ സ്നേഹം ആരോടാണ് എങ്കിൽ അവരുടെ കൂടെയായിരിക്കും നീ സ്വർഗത്തിൽ എന്ന് പറയുന്ന ആ വാക്കാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കേട്ടതിൽ എന്നെ മനസ്സിനെ സന്തോഷിപ്പിച്ച ഏറ്റവും നല്ല വാക്കെന്ന് മഹാനായ അനസ് ബിൻ മാലിക് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ പ്രവാചകനെ ധാരാളമായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു സഹാബി വന്നിട്ട് നബിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നബിയെ മത്തസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക, എപ്പോഴാണ് ഖിയാമത്ത് ഉണ്ടാവുക, പരലോകം എന്നാണ്, ഖിയാമത്ത് എന്നാണ് ഉണ്ടാവുക? റസൂലുള്ളാഹിന്റെ മറുപടി, വമാദാ അഅദത്ത ബിഹ്ലഹാ, എന്താണ് നീ അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്? പരലോകത്തിന് വേണ്ടി നീ എന്തൊരുക്കിയിട്ടുണ്ട്? നിന്റെ കയ്യിൽ എന്ത് കർമ്മമാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ലാ ഷൈഉൻ, ഒന്നുമില്ല, ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ എന്റെ മനസ്സിൽ ഒന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, അവന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്, ആ ഒരൊറ്റ കാര്യം എന്റെ മനസ്സിലുണ്ട്. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നു അവരുടെ കൂടെയുണ്ട്. ഇതിനുശേഷം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, ഈ വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഫഅന ഉഹിബ്ബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅബൂബക്കറ വഉമറ, അതുകൊണ്ട് ഞാൻ നബിയെ സ്നേഹിക്കുന്നു, അബൂബക്കറിനെ സ്നേഹിക്കുന്നു, ഉമറിനെ സ്നേഹിക്കുന്നു, അവരുടെ കർമ്മങ്ങളില്ലെങ്കിലും അവരുടെ കൂടെ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഹുബ്ബ് വേണം, നബിയോടുള്ള സ്നേഹം വേണം, നന്നായി റസൂലുള്ളാഹിനെ സ്നേഹിക്കണം, നമ്മളെക്കാൾ ഏറെ പ്രവാചകൻ നമ്മൾ സ്നേഹിക്കണം. എന്നാൽ സ്നേഹിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? സ്നേഹിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിന്റെ സ്വന്തം മൂത്താപ്പ അബൂ ത്വാലിബ് നബിയെ സ്നേഹിച്ചിട്ടില്ലേ? നബിയെ നന്നായി സ്നേഹിച്ചിട്ടുണ്ട്, നബിന്റെ കൂടെ പട്ടിണി കിടന്നിട്ടുണ്ട്. എന്നിട്ടോ ആ സ്നേഹം പൂർണ്ണമായില്ല, ആ സ്നേഹം കൊണ്ട് അയാൾക്ക് പ്രയോജനമുണ്ടായില്ല, നബിയിൽ വിശ്വസിച്ചില്ല. സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ സ്നേഹത്തിന്റെ കൂടെ നബിയെ ഇത്തിബാ ചെയ്തില്ല, നബിയെ ഫോളോ ചെയ്തില്ല, റസൂലുള്ളാഹിന്റെ കൽപ്പനകൾ അംഗീകരിച്ചില്ല, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചില്ല. ഇത്തിബാ ഇല്ലാത്ത സ്നേഹമാണ്, ആ സ്നേഹം കൊണ്ട് കാര്യമില്ല. നബിയെ ഫോളോ ചെയ്യണം, അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചോ അത് ജീവിതത്തിൽ പകർത്താൻ കഴിയണം. വമാ ആതാകും റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് അത് നിങ്ങൾ പ്രവർത്തിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. എന്തൊക്കെയാണോ റസൂൽ വിരോധിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുക. ആ നിലയ്ക്കൊരു സ്നേഹം ഉണ്ടോ? ഇത്തിബാ ഉണ്ടോ? ഹബ്ബിന്റെ ശേഷം ഇത്തിബാ വേണം. എന്റെ പ്രവാചകൻ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ പ്രവാചകൻ പറഞ്ഞ എല്ലാ വാക്കുകളും ഞാൻ അനുസരിക്കണം, അംഗീകരിക്കണം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി നമ്മൾ വിരിപ്പിലേക്ക് പോകുന്നവരെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇടപെടുന്ന എന്തെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. റസൂൽ നമ്മുടെ കൂടെ ഉണ്ടാകണം, നബിയുടെ സുന്നത്തുകൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദുആ പറഞ്ഞുകൊണ്ടാണോ എഴുന്നേൽക്കുന്നത്? രാത്രി വിരിപ്പിലേക്ക് പോകുമ്പോൾ റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടാണ്, അങ്ങനെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്? അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ജീവിപ്പിക്കുക. നമ്മുടെ കൂടെ നബി ഉണ്ടാകണം, നബിയുടെ സുന്നത്ത് ഉണ്ടാകണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നബിയെ പറഞ്ഞു കൊടുക്കുക. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അവര് പറയാണ് അള്ളാഹു സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ റസൂലായ എന്നെ പിൻപറ്റാൻ പറഞ്ഞു കൊടുക്കുക. എങ്കിൽ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും, അള്ളാഹ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അപ്പൊ സ്നേഹത്തിന്റെ ഫലം ഇത്തിബാ ആണ്, കേവലം ഒരു സ്നേഹമല്ല. എനിക്ക് നബിനോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവൻ നബിയെ പിൻപറ്റി ഇത്തിബാ ചെയ്യണം, റസൂലുള്ളാഹിന്റെ കൽപ്പനകൾ അംഗീകരിക്കണം. സഹാബികൾ നന്നായി സ്നേഹിച്ചു, സ്വന്തത്തെക്കാൾ ഏറെ സ്നേഹിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം തന്റെ ഉപ്പ അബൂ ഖുഹാഫയുമായി നബിന്റെ അടുക്കലേക്ക് വന്നു. അബൂ ഖുഹാഫ മുസ്ലിം ആവാൻ പോവാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടി ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് ബൈഅത്ത് ചെയ്യുന്ന സന്ദർഭം. ആ സന്ദർഭത്തില് അബൂബക്കർ സിദ്ദീഖ് കരയാണ്. അബൂബക്കർ സിദ്ദീഖ് കരയുന്നുണ്ട്. ചോദിച്ചു, മാ യുബ്കീക്, എന്തിനാണ് അബൂബക്കറെ താങ്കൾ കരയുന്നത്? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു പറയുന്നുണ്ട്, ലിഅൻ തകൂന യദു അമ്മിക മകാന യദിഹി വയുസ്ലിമ വയുകിറുല്ലാഹു ഐനക അഹബ്ബ ഇലയ്യ മിൻ അൻ യകൂൻ. നോക്കൂ, എന്താണ് ആ വാക്ക്? എന്റെ ഉപ്പ മുസ്ലിം ആകുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് നബിയെ താങ്കളുടെ പിതൃവ്യനായ അബൂ താലിബ് മുസ്ലിം ആവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ സമാധാനം കിട്ടുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. എന്താണ് ആ സ്നേഹം? റസൂലുള്ളാഹിന്റെ മനസ്സിലേറെ ആഗ്രഹിച്ചു നടന്നൊരു കാര്യമാണ് അബൂ താലിബ് എങ്ങനെയെങ്കിലും മുസ്ലിം ആവണമെന്ന്. ആ ആഗ്രഹം പൂവണിയണമെന്ന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മനസ്സിലും ആഗ്രഹമായി വന്നു. റസൂലിന്റെ ആഗ്രഹം അബൂബക്കറിന്റെ മനസ്സിൽ ആഗ്രഹമായി മാറി. അതാണ് സ്നേഹം. ഹുബ്ബിന്റെ ഏറ്റവും വലുതാണ്. ആ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. എല്ലാ സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ നിന്നു. നബിക്ക് എല്ലാവരും സപ്പോർട്ടുകളും ചെയ്തു. അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ സ്നേഹം പൂർത്തിയാകുന്നതാണെങ്കിൽ ഇത്തിബായിലൂടെയാണ് പൂർത്തിയാകുന്നത്, അനുസരണയിലൂടെയാണ് പൂർത്തിയാകുന്നത്. നോക്കൂ, നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക. നമുക്ക് പ്രവാചകനോട് എത്രമാത്രം സ്നേഹമുണ്ട്. നമ്മൾ പറയുന്നുണ്ടല്ലോ നമുക്ക് നബിയോട് സ്നേഹമാണ് എന്ന്. നമ്മുടെ പെരുമാറ്റങ്ങളിൽ റസൂലുള്ളാഹിയുടെ ജീവിതം കടന്നു വന്നിട്ടുണ്ടോ? നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ടുണ്ടോ? നമ്മുടെ വസ്ത്രധാരണങ്ങളിൽ റസൂലുള്ളാഹിന്റെ ജീവിതം വന്നിട്ടുണ്ടോ? നമ്മുടെ വീടുകൾ റസൂലുള്ളാഹിന്റെ വീട് പോലെ ആയിട്ടുണ്ടോ? നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ കോലങ്ങൾ, നമ്മുടെ രൂപങ്ങൾ, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ മുഖത്ത് താടി വളർത്തണം എന്ന കാര്യം. എത്ര ഹദീസുകൾ പറഞ്ഞു. ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കിന് എതിരാകണം. ഖാലിഫുൽ മജൂസ്, അഗ്നിയാരോ എതിരാകണം എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞ കാര്യം. വഖ്ഫുൽ ലിഹാ, വഫിറുൽ ലിഹാ, വർഖുൽ ലിഹാ, ഇങ്ങനെ ഒരുപാട് റിവായത്തുകൾ കാണാം. താടി വളർത്താൻ പഠിപ്പിച്ചു. മുഖത്ത് നോക്കിയ അള്ളാന്റെ റസൂലിന്റെ താടിയുടെ ആ ഒരു രൂപം നമുക്ക് നമ്മളിലും റസൂലിന്റെ സുന്നത്ത് ജീവിക്കണം. നമ്മുടെ കോലങ്ങളിൽ, നമ്മുടെ വസ്ത്രധാരണങ്ങളിൽ റസൂലുള്ളാഹിന്റെ ആ വസ്ത്രധാരണം ഉണ്ടാകണം. നമ്മുടെ പാന്റ് നെരിയാണ്ടടിക്ക് ഇറങ്ങുന്ന ഒരു പാന്റായി മാറരുത്. അങ്ങനെയുള്ള വസ്ത്രധാരണയാകരുത്. ആ നിലക്ക് നമ്മൾ നബിയെ സ്നേഹിച്ചിട്ടുണ്ടോ? ഓരോ ഘട്ടങ്ങളിലും നബി എന്തൊക്കെയാണ് ചെയ്തെന്ന് പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന എങ്ങനെയായിരുന്നു നബി കയറിയിരുന്നത്? അങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് സമഗ്രമായി പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര സുന്നത്തുകൾ ജീവിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ നബി. അതാണ് പ്രവാചകനോടുള്ള ഇത്തിബാ. അതാണ് പൂർണ്ണമായ സ്നേഹം. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ആരാ ഇബ്നു ഉമർ റളിയല്ലാഹു? റസൂലുള്ള ചെയ്തതുപോലെ ചെയ്യും, അത്രയും സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റസൂൽ തല താറ്റിപ്പോയൊരു പ്രദേശം. പിന്നീട് ആ മരം മുറിച്ചതിന് ശേഷവും ഇബ്നു ഉമർ റളിയല്ലാഹു പോകുമ്പോ അവിടെ നിന്ന് തല താഴ്ത്തും. നബിയോടുള്ള മഹബ്ബത്ത്, നബിയോടുള്ള ഇത്തിബായിനോടുള്ള സ്നേഹം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ നബിയെ സ്നേഹിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാലോ ഒരു സംഭവം മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒരാളുടെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം കണ്ടു. ഒരു സ്വർണ്ണമോതിരം ധരിച്ചിട്ടുണ്ട്. റസൂലിന്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്തു. എന്നിട്ട് റസൂൽ ചോദിച്ചു, ഇതെന്താണ്? ജുംറത്തും മിന്നാർ, നരകത്തിന്റെ തീക്കട്ടയാണല്ലോ കയ്യിലുള്ളത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി റസൂൽ ആ സ്വർണ്ണമോതിരം എടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അതിനുശേഷം അതാ സഹാബികൾ പറഞ്ഞു, ആ മോതിരം നിങ്ങൾ എടുത്തുകൊള്ളുക. എന്നിട്ട് മറ്റു ആവശ്യങ്ങൾക്ക് നിങ്ങൾ സ്വർണ്ണമോതിരം ധരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, മറ്റു ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ ആ സഹാബി പറഞ്ഞത്, ലാ വല്ലാഹ് ലാ ആഖുദുഹു വഖദ് തറഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഞാനത് എടുക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ വലിച്ചെറിഞ്ഞ വസ്തു ഞാൻ എടുക്കില്ല. അദ്ദേഹത്തിന് എടുക്കൽ അനുവാദമുണ്ട്. സ്വർണം ധരിക്കലാണ് ഹറാമായിട്ടുള്ളത്. എന്നാൽ റസൂലിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, ഞാനത് ഒരിക്കലും ഉപയോഗിക്കില്ല. നബിയോടുള്ള സ്നേഹം അതാണ്. റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലേ, വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ചു. റസൂലിന്റെ ഒരു വാക്ക് ലംഘിക്കപ്പെട്ടപ്പോഴാണ് ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയപ്പെട്ടത്. ചെറിയ പരാജയം നേരിട്ടു. ഒരുപാട് ആളുകൾക്ക് മുസ്ലിമീങ്ങൾ ഷഹീദാക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന് തന്നെ പല പ്രയാസങ്ങളും ഉണ്ടായി. റസൂലുള്ള പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന്, ആ മലയിൽ നിന്ന് സഹാബികൾ ഇറങ്ങിയപ്പോൾ ഉണ്ടായ അപകടങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്നുണ്ട്, എത്ര ധിക്കാരങ്ങൾ നമ്മൾ പരസ്യമായി ചെയ്യുന്നുണ്ട്. നമ്മുടെ കല്യാണങ്ങൾ, നമ്മളതുമായി ബന്ധപ്പെട്ട ഓരോന്നിലും എത്ര റസൂലുള്ളാഹിനെ കൊണ്ടുവരുന്നുണ്ട്. അന്നിക്കാഹു മിൻ സുന്നത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, വിവാഹം എന്റെ സുന്നത്താണ്, എന്റെ ചര്യയാണ്. ആ ചര്യയിൽ നമ്മൾ എത്രമാത്രം നബിയുടെ ചര്യയെ കൊണ്ടുവരുന്നുണ്ട്.
ഇങ്ങനെ തുടങ്ങി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ നോക്കുക. എന്നിട്ട് ഞാനും റസൂൽ എവിടെ നിൽക്കുന്നു, എനിക്കെത്ര ഹുബുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ നിലക്ക് പ്രവാചകനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് അവിടത്തേക്ക് വേണ്ടി ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുക എന്നുള്ളത്. ധാരാളമായി പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അങ്ങനെ പറയാത്തവൻ പിശുക്കനാണെന്ന് റസൂൽ പറഞ്ഞു. അൽ ബഖീൽ, പിശുക്കനാണ്. എന്റെ പേര് കേട്ടിട്ട് വലം യുസല്ലി അലയ്യ, എനിക്ക് എന്റെ മേൽ സ്വലാത്തു ചൊല്ലാത്തവൻ പിശുക്കനാണ്, പിശുക്കത്തരമാണ്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ മനസ്സിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലാഹുവേ നബിക്ക് ഗുണം ചെയ്യണമെന്ന് പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് വരണം എന്നാ, അവന്റെ നാവിൽ നിന്ന് വരണം. ആ നിലക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്നേഹിക്കേണ്ട ഏറ്റവും വലിയ വ്യക്തിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, എത്രത്തോളം റസൂലുള്ള വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞില്ലേ, അക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ കുല്ലി യൗമിൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ധാരാളമായി നിങ്ങൾ സ്വലാത്ത് ചെല്ലണം. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലി? ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ, ഇത്ര സമയം കൊണ്ട് നമ്മൾ എത്ര സ്വലാത്ത് നബിയുടെ പേരിൽ ചൊല്ലി? നമ്മളിവിടെ പള്ളിയിലേക്ക് വന്നു, വിശുദ്ധ ഖുർആൻ എടുത്ത് കുറെ നമ്മൾ പാരായണം ചെയ്തു. നമ്മൾ വെറുതെ ഇരിക്കുമ്പോ നമ്മുടെ നാവ് ചലിപ്പിച്ചുകൊണ്ട് എത്ര സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി? നമ്മൾ ആലോചിച്ച് നോക്കുക. നബിയോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ നാവിൽ റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലും. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നു, ഫഇന്ന സലാത ഉമ്മതി തുറദു അലയ്യ ഫീ കുല്ലി യൗമിൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചകളിലും എന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് കാണിപ്പിക്കപ്പെടും. നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോ റസൂലുള്ളാഹിക്ക് അല്ലാഹു കാണിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അള്ളാഹു കാണിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫമൻ കാന അക്സറു അലയ്യ സലാ കാന അഖ്റബു മിന്നി മൻസില, ഏറ്റവും കൂടുതൽ സ്വലാത്ത് എന്നോട് ചെല്ലുന്ന ആരാണ്, അവൻ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവനായി. നമുക്ക് എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിനോട് നമുക്ക് റസൂലിന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിച്ചു. അള്ളാഹിന്റെ റസൂൽ മിമ്പറുമ്മ കയറുമ്പോ 3 ആമീൻ പറഞ്ഞ സംഭവം സാധാരണ നമ്മൾ റമളാനിൽ കേൾക്കാറുണ്ട്. 3 ആമീൻ പറഞ്ഞു റസൂലുള്ളാഹി. അതിലൊരു കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമ അൻ ഫുറജിലിൻ, ഒരു വ്യക്തി തൊലഞ്ഞു പോകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കാണ്, ഒരു വ്യക്തി തൊലഞ്ഞു പോകട്ടെ, താങ്കളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ തൊലഞ്ഞു പോട്ടെ. റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. അപ്പൊ നബിയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അള്ളാഹുവിന്റെ ഖൈറുകൾ കിട്ടുന്ന കാര്യമാണ് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സ്വലാത്തുകൾ ചെയ്താൽ നമ്മുടെ മനപ്രയാസങ്ങൾ പോലും നീങ്ങും. ചില പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, അവര് എന്തെങ്കിലുമൊക്കെ മാനസികമായ പ്രയാസങ്ങൾ വരുമ്പോ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ മുസ്ലിം അംഗീകരിക്കൽ എന്താണല്ലോ സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയിൽ 7000 ഹദീസുകൾ ഉണ്ട്. ബുഖാരി എടുത്തു ഇങ്ങനെ വായിച്ചു നോക്കും. അപ്പൊ 5000-ഓളം സ്വലാത്തുകൾ അറിയാതെ ഹദീസുകൾക്കിടയിൽ ഇങ്ങനെ ചൊല്ലും. അത് കഴിയുമ്പോഴേക്കും അവരുടെ മനസ്സിൽ ആ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് കൊണ്ടുള്ള തഫ്രീജുൽ ഖുറൂബ് എന്നാണ്, പ്രയാസങ്ങൾ നീക്കപ്പെടുമെന്നാണ്. ആ നിലക്കുള്ള അനുഭവങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞതായി കാണാൻ കഴിയും. കാരണം സ്വലാത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥന മര്യാദകൾ പറയുന്ന കൂട്ടത്തിലും ഹംദും സലാത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹംദ് പറയണം, സലാത്ത് പറയണം. നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ സ്വലാത്ത്, നബിയുടെ പേരിൽ സ്വലാത്തുണ്ട്. പ്രാർത്ഥിക്കുമ്പോ തുടക്കത്തിൽ ഹംദും സലാത്തും, അവസാനിപ്പിക്കുമ്പോൾ ഹംദും സലാത്തും പറയണം. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ തുടക്കത്തിലും ഹംദും സലാത്ത് പറയണം, അതിന്റെ മധ്യത്തിലും സലാത്ത് പറയണം, അതിന്റെ അവസാനത്തിലും സലാത്ത് പറയണം. എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകാര്യതയുണ്ട്. അപ്പൊ സ്വലാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര പേരാണ് സ്വലാത്തിന് വേണ്ടി സമയം കാണുന്നത്? എത്ര പ്രാവശ്യം നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്? അതിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് അത് നമ്മൾ അത്തഹിയാത്തിൽ ചെയ്യുന്ന സ്വലാത്താണ്. നമ്മുടെ നാട്ടിൽ കുറേ സ്വലാത്തുകൾ ഉണ്ട്, താജു സ്വലാത്ത്, നാരിയ സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞ സ്വലാത്തുകൾ. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ അതല്ല, പഠിപ്പിച്ച സ്വലാത്തുകൾ. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നമ്മൾ സ്വലാത്തിനെ ചൊല്ലാൻ നമുക്ക് സമയം കാണാനുണ്ട്. സഹോദരങ്ങൾ, അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ. അതിന് നമ്മൾ ബഹുമാനിക്കണം. ഹദീസ് നമ്മുടെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് അത് എന്തോ അതില് എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നേ എന്ന് പറഞ്ഞ് തള്ളേണ്ട ഹദീസല്ല. റസൂലുള്ളാഹിന്റെ വാക്ക് അത് വഹിയാണ്.
വഹിയില്ലാതെ റസൂൽ സംസാരിക്കൂല. അതുകൊണ്ട് ഹദീസിന് ഒരു ബഹുമാനം വേണം. മഹാനായ മാലിക് റഹ്മഹുല്ലാഹ് ഹദീസ് പറയുമ്പോ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് തലപ്പാവ് ധരിച്ച് എന്നിട്ട് വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഹദീസ് പറഞ്ഞിരുന്നത്. അല്ലാതെ എങ്ങനെ ഹദീസ് പറഞ്ഞു നടക്കല്ല. അത്രയും ബഹുമാനം. അത് ഹദീസ് റസൂലില്ല, ഇത് അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസാണ്. ആ നിലക്ക് അവൾ വളരെ ബഹുമാനത്തിൽ കണ്ട കാര്യമാണ് ഹദീസുകൾ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ വളരെ ബഹുമാനത്തിൽ കാണും. മഹാനായ സയ്യിദ് മുസയ്യിബ് റഹിമഹുമുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അത് രോഗിയായി കിടക്കുമ്പോ ചില ആളുകൾ വന്ന് ഹദീസുകൾ ചോദിച്ചു. കിടപ്പിലാണ്, കിടക്കാണ് അദ്ദേഹം. കിടക്കുന്ന സമയത്ത് ഹദീസ് ചോദിക്കുകയാണ്. ഇന്ന ഒരു വിഷയത്തിൽ ഹദീസ്. മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ആളുകൾ വെച്ചു, ഇങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ലോ, കിടന്നിട്ട് പറഞ്ഞാ പോരെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കിടന്നുകൊണ്ട് നബിയുടെ ഹദീസ് പറയുന്നത് എനിക്ക് വെറുപ്പുണ്ട്, ഇത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്, ഇത് ഇരുന്നിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് മഹാനായ സയ്യിദ് മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ കഴിയും. അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി താബീങ്ങൾ പ്രശസ്തനായ പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം ഹദീസിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ആളുകളോട് പറയും, നിശബ്ദമായിരിക്കൂ, ഇത് പറയാൻ പോകുന്ന ഹദീസാ. ഇത് വെറും വർത്താനല്ല, ഇത് ഹദീസുകളാണ്. ഖുർആൻ പോലെ തന്നെ മുസ്ലിമീങ്ങളുടെ രണ്ടാം പ്രമാണമാണ് ഹദീസ്. ഖുർആന്റെ വിശദീകരണമാണ് ഹദീസ്. ഖുർആനും ഹദീസ് ഒരേ ലൈനിൽ പോകേണ്ടതാണ്. അല്ലെ, ചില ആൾക്കാർ പറയും ഖുർആൻ മാത്രം മതി, അവർക്ക് ഒരിക്കലും അമൽ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഏതായാലും ഖുർആനും ഹദീസും ഒരുപോലെ ഒരു വിശ്വാസത്തിൽ ജീവിതത്തിൽ റസൂൽ വിട്ടുവെച്ചെന്ന സന്മാർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിത്. അപ്പൊ ഈ ഇദ്ദേഹം പറയും, അബ്ദുറഹ്മാൻ മഹ്ദി പറയുമായിരുന്നു, മിണ്ടാതിരിക്കൂ, പറയാൻ പോകുന്ന ഹദീസാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്ത് ഓതി, സൂറത്ത് ഹുജറാത്തിലെ ആയത്ത്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ മുകളിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. ഖുർആനിലെ ആയത്താണ്. എന്താണ് അതിന്റെ കാര്യം? അങ്ങനെ ഉയർത്തി എന്താ സംഭവിക്കുക? നിങ്ങളുടെ അമല് നശിച്ചു പോകുന്നതാണ്. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമല് നഷ്ടപ്പെട്ടു പോകും. അത്രയും ഗൗരവമുള്ള കാര്യമാണ് റസൂലുള്ളാഹിന്റെ ഹദീസിനേക്കാൾ മുകളിൽ ശബ്ദമുയർത്തി സംസാരിക്കുക. എന്നാൽ ചില ആൾക്കാർ പറയുന്ന പോലെ ഹദീസ് കേൾക്കുമ്പോ ആ ഹദീസ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഹദീസുകളെ തട്ടുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥിരപ്പെട്ട ഒരൊറ്റ ഹദീസ് പോലും ഒരു മുസ്ലിം അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കാണ് വേണ്ടത്. അതിനെതിരെ നിൽക്കാൻ ഒരു മുസ്ലിം അനുവാദമില്ല. ഹബീബിന്റെ വാക്കുകൾക്ക് അത്രയും പ്രാധാന്യം ഉണ്ടാവണം. ആ നിലക്ക് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ നമ്മൾ ബഹുമാനിക്കണം. നബിയുടെ ജീവിതം നമ്മുടെ ഭാഗമാകണം. നബിയുടെ ആഗ്രഹങ്ങൾ അത് എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഹുബ്ബായിരിക്കണം. ഹുബ്ബ് റസൂലില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ട്, വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ഞാൻ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് എന്നും ഞാൻ ആഘോഷിക്കുകയാണ് വേണ്ടത്. ആ നിലക്കായിരിക്കണം റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നബിയെ സ്നേഹിക്കാനും നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ മുറുകെ പിടിക്കാനും നമുക്ക് തൗഫീഖിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബിയുടെ മദ്ഹിന്റെ പേരിൽ മുബാലഅത്ത്, റസൂലുള്ളാഹിനെ അമിതമായി പ്രശംസിക്കുന്നത് നബി വിലക്കിയിട്ടുണ്ട്. അല്ലെ, റസൂൽ പറഞ്ഞു, ലാ തത്റൂനി, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. ഏതുപോലെ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ എന്നെ പ്രകീർത്തിക്കരുത്. ഞാനൊരു അബ്ദാണ്, ഞാൻ അടിമയാണ്. അബ്ദുല്ലാഹി വ റസൂലു, ഞാൻ അള്ളാഹിന്റെ അടിമയും അവന്റെ റസൂലുമാണ് അങ്ങ് എന്ന് നിങ്ങൾ പറയണം എന്നാ. ആ ഒരു സ്ഥാനമാണ് നിങ്ങൾ എനിക്ക് നൽകേണ്ടത്. എന്നാൽ നസ്രാനികൾ, ക്രിസ്ത്യാനികൾ യേശുക്രിസ്തു ഈസാ നബിയെ ദൈവപുത്രനാക്കിയതുപോലെ അമിതമായ പ്രശംസകൾ നിങ്ങൾ നടത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ കഴിയും. ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹ് വശിഅത, മാഷാ അല്ലാഹ് വശിഅത, അള്ളാഹു ഉദ്ദേശിച്ചു, നബിയെ താങ്കൾ ഉദ്ദേശിച്ചു. റസൂൽ തിരുത്തി കൊടുത്തു, അതജഅലു ലില്ലാഹി നിദ്ദ, അള്ളാഹുവിന്റെ കൂടെ എന്നെ നീ സമന്മാരാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റസൂൽ തിരുത്തി കൊടുത്തു. അങ്ങനെ പറയരുത്. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചു, കൂടെ റസൂലും ഉദ്ദേശിച്ചു പറയരുത്. റസൂൽ ഉടനെ തിരുത്തി കൊടുത്തു. അയാളുടെ ആ സഹാബിയുടെ മനസ്സിൽ വിശ്വാസം ഇല്ല. സാധാരണ ആൾക്കാർ പറയല്ലോ, ഇവിടുത്തെ ചില ആളുകൾ പറയില്ലേ, മനസ്സിൽ അങ്ങനെ ഇലാഹാക്കലൊന്നും ഇല്ല, അങ്ങനെയൊന്നും ആക്കിയിട്ടും ഇല്ല. നാവിൽ വന്ന ശിർക്കാണത്.
അള്ളാഹു ഉദ്ദേശിച്ചു, ഇവിടെ റസൂൽ ഉദ്ദേശിച്ചു. റസൂല ചോദിച്ചു, അള്ളാഹുവിന്റെ കൂടെ എന്നെ സമന്മാരാക്കുകയാണോ നീ? അങ്ങനെ പറയരുത്. മറ്റൊരിക്കൽ റസൂൽ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. മാഷാ അല്ലാഹ് വശാ ഫുലാൻ എന്ന് നിങ്ങൾ പറയരുത്. പിന്നെ നിങ്ങൾ എന്ത് പറയണം? മാഷാ അല്ലാഹ് സുമ്മ ശാ ഫുലാൻ എന്ന് പറഞ്ഞോളൂ. അതിനുശേഷം ഒരാൾ ഉദ്ദേശിച്ചു, ആദ്യം അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിനുശേഷം മനുഷ്യർക്ക് അള്ളാഹ് കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവരുദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തിരുത്തി കൊടുത്തു. മറ്റൊരു സന്ദർഭത്തിൽ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ സദസ്സിൽ നടത്തിയപ്പോ ചില പെൺകുട്ടികൾ ദഫ് മുട്ടി പാട്ട് പാടുന്നുണ്ട്. അവർ പറഞ്ഞു, അവരിങ്ങനെ പാട്ട് പാടി മരിച്ചുപോയ ബദറിൽ പങ്കെടുത്ത ആളുകളൊക്കെ പുകയത്തി ഇങ്ങനെ പാടാണ്, നല്ല മഹദൂഹിന്റെ പാട്ടുകൾ പാടാണ്. അതിനിടയിൽ ഒരു വരി പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ നബിയുണ്ട്. റസൂൽ പറഞ്ഞു, ലാ തഖൂലി, അത് നിങ്ങൾ പറയരുത്. ആ വാക്ക് നിങ്ങൾ പറയരുത്. കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, അത് നിങ്ങൾ പറയരുത്. മുമ്പ് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നബി സ്വല്ലല്ലാഹു തിരുത്തി കൊടുത്തു. അപ്പൊ മദ്ഹാകാം, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് കൊടുത്ത ഒരു ദറജയുണ്ട്, അതിനപ്പുറത്താകരുത്. ആ നിലക്കുള്ള സ്നേഹമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ പ്രവാചകനെ നമ്മൾ എല്ലാ നിലക്കും സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മാതൃകാ പുരുഷനായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു ആ നിലക്ക് പ്രവാചകനെ പൂർണ്ണമായി പിൻപറ്റാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നോടും തുറന്ന് നിങ്ങൾ ഓരോരുത്തരും തൊട്ടുകൊണ്ട് ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, ഇസ്ലാമില് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മതം പഠിപ്പിക്കേണ്ടത്. അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം മതമായി പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. എന്നാൽ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അത് മതത്തിന്റെ ഭാഗമായി പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് അനിസ്ലാമികമായ ബിദ്അത്താണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. എന്റെ മതത്തിൽ പുതിയ കാര്യമുണ്ടാക്കിയത്, അള്ളാഹുവിന്റെ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യം ഒരാൾ പുതിയതാക്കി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ട കാര്യം. അതിൽപ്പെട്ടതാണ് നമ്മുടെ നാടുകളിൽ കാണുന്ന റബീഉൽ അവ്വലിൽ നടക്കുന്ന നബിദിന ആഘോഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മതത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. സഹാബികൾക്ക് പ്രവാചകൻ നന്നായി സ്നേഹിച്ച സഹാബികൾ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലം ഭരണം നടത്തി. അവിടുന്ന് റബീഉൽ അവ്വൽ മാസം വന്നിട്ട് ഒരു ആഘോഷവും നടത്തിയില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 10 വർഷം ഭരണം നടത്തി. ഒരുപാട് റബീഉൽ അവ്വൽ വന്നിട്ടും ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ റബീഉൽ വന്നിട്ട് നബിദിനം ആഘോഷിച്ചില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഭരണം നടത്തി. അവരും ഒരു തരത്തിൽ റബീഉൽ അവ്വൽ പ്രത്യേകമായി ഒരു തരത്തിലുള്ള നബിദിനാഘോഷവും നടത്തിയില്ല. അലി റളിയല്ലാഹു അൻഹു 5 വർഷം ഭരണം നടത്തി. അവരും അവരുടെ ആ ഭരണ കാലഘട്ടങ്ങളിൽ ഒരു തരത്തിൽ ആഘോഷവും നടത്തിയില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ പണ്ഡിതന്മാർ, ഫുഖഹാക്കളായ ആളുകൾ, നബിയുടെ ഹദീസുകൾ ധാരാളം അറിയുന്ന ആളുകൾ, നബിയെ ധാരാളമായി സ്നേഹിച്ചവർ, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുകൾ, നമ്മളെ പോലല്ല. സമയം മുഴുവനും വിവാഹം പോലും മറന്ന് ഹദീസ് പഠനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകളുണ്ട്. അവരാരെങ്കിലും റബീഉൽ അവ്വൽ എന്തെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? ഒന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. 4-ാം നൂറ്റാണ്ടിൽ ഫാത്തിമികൾ തുടങ്ങി വെക്കുകയും 6-ാം നൂറ്റാണ്ടിൽ ഇർബൽ ഭരിച്ചിരുന്ന മുളഫർ രാജാവ് വലിയ രൂപത്തിൽ ആഘോഷമാക്കിയ ഒരു ആഘോഷമാണ് റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ നബിദിനാഘോഷം. അത് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനം അതിലില്ല എന്ന് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമതായി, നമ്മുടെ രാജ്യത്തിന്റെ 80-ാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, നമ്മുടെ അസ്തിത്വബോധത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാകണം. ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പൂർവീകരായ ഒരുപാട് ആളുകൾ, മുസ്ലിം പണ്ഡിതന്മാർ
ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. മൗലാന അബുൽ കലാം ആസാദിനെ പോലെ, മൗലാന മുഹമ്മദ് അലി ജൗഹറെ പോലെ തുടങ്ങിയ മഹാരഥന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ, അവർ മുസ്ലിങ്ങളായി ശരിയായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന് നന്മക്ക് വേണ്ടി അവരും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരും പോരാടിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ, ജാഹിലിയ കാലഘട്ടത്തില് ഹിൽഫിൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു സന്ധി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ജാഹിലിയ കാലഘട്ടത്തിൽ യമനിൽ നിന്ന് ഒരാള്, സുബൈദി ഗോത്രത്തിൽപ്പെട്ട ഒരാള് മക്കയിലേക്ക് വന്നു. അങ്ങനെ അവിടെയുള്ള ആസിമുന് വായിൽ എന്ന് പറയുന്ന ഒരു ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരാളുമായി ഒരു ഇടപാട് നടക്കുന്നു. ഈ യമനിൽ നിന്ന് വന്ന കച്ചവടക്കാരന്റെ വസ്തുക്കൾ ഇയാൾ വാങ്ങുന്നു. അതിനുശേഷം ഇയാൾക്ക് തിരിച്ചു പൈസ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നു. ഈ വിവരം ഈ യമനിലെ ഈ കച്ചവടക്കാരൻ കഅബാലയത്തിന് മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മകനെ വിവരം അറിഞ്ഞുകൊണ്ട് ഖുറൈശികളിൽപ്പെട്ട ഫിഹർ ഗോത്രത്തിൽപ്പെട്ട പല ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു സന്ധി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെ ആ സന്ധി കൂടിയത് അബ്ദുല്ലാഹിബ്നു ജുദാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. ആ വീട്ടില് റസൂലുള്ളാഹിയും പങ്കെടുത്തു. അള്ളാന്റെ റസൂലും അതിൽ പങ്കെടുത്തു. എന്നിട്ട് ആ സന്ധിയിൽ തീരുമാനിച്ച എന്താണ്? ആക്രമിക്കപ്പെട്ടവന്റെ ആ അവകാശം തിരിച്ചു കൊടുക്കുന്നത് വരെ യുദ്ധത്തിന് തയ്യാറാവണം. അങ്ങനെ അവസാനം ആ വ്യക്തി, ഈ യമനിൽ ആക്രമിക്കപ്പെട്ട ആ വ്യക്തിക്ക് പിടിച്ചെടുത്ത എല്ലാ വസ്തുക്കളും തിരിച്ചു കൊടുത്തു എന്നാണ്. ഇതാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ ദഈതു ഫിൽ ഇസ്ലാമി ലഅജബ്തു. ഇസ്ലാമിക കാലഘട്ടത്തിലും എന്നെ ഇതുപോലുള്ള സന്ധിയിലേക്ക് വിളിച്ചാൽ ലഅജബ്തു, ഞാൻ മറുപടി കൊടുക്കും. കാരണം എന്താ? ആക്രമിക്കപ്പെട്ടവന്റെ കൂടെ ഞാൻ ഉണ്ടാകും, അനീതിക്കെതിരെ ഞാൻ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിക കാലഘട്ടത്തിലും ആരെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അനീതി ആരോടും കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആ അനീതി കാണിക്കപ്പെട്ടവന്റെ കൂടെ, ആ നിരപരാധിയ വ്യക്തിയുടെ കൂടെ ഞാൻ നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് നമ്മൾ നീതിയുടെ പക്ഷത്ത് എപ്പോഴും നമുക്ക് കിട്ടാൻ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മളുടെ ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് നമ്മുടെ ഒരു രാജ്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മുസ്ലിം പാരമ്പര്യമുള്ള, ഒരുപാട് ചരിത്രം പറയുന്ന, നമ്മുടെ പണ്ഡിതന്മാരുടെ ഒരുപാട് രക്തം ചിന്തിയ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിച്ചോ മരിച്ചു പോയ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലോകത്ത് എത്രയോ രാജ്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. യുദ്ധങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾക്ക് അൽഹംദുലില്ലാഹ് സ്വസ്ഥതയുള്ളൊരു ജീവിതം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തണം. ആ നിലക്ക് ആ നന്ദിയെ, അനുഗ്രഹത്തെ വിലമതിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് എല്ലാവിധ നന്മകളും ഉണ്ടാക്കുമാറട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് പരീക്ഷപ്പെടുന്ന മുസ്ലിമീങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം അള്ളാഹുവിന്റെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഇവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ വളരെ പ്രയാസമുള്ള ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ചയും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ പ്രയാസങ്ങളെ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യമുള്ള ഒരു ആഫിയത്തുള്ള ഒരു ജീവിതം അള്ളാഹു നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.